ഞാൻ മമ്മൂക്കയുടെ ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ചെറിയ രീതിയിലും സീരിയലിലും ആൽബത്തിലും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച് വന്ന ഒരാളാണ്. വന്ന് ചെറിയ ചെറിയ ക്യാരക്ടർ ചെയ്തു, ചെറിയ സിനിമകൾ ചെയ്തു. ഇങ്ങനെ ഒരു വലിയൊരു പടത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് മമ്മൂക്കയുടെ പേര് കളയാൻ പറ്റത്തില്ലല്ലോ. പണി അറിയില്ലെങ്കിൽ ഈ പരിപാടി വിട്ടു. നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അതെല്ലാ മിസ്റ്റേക്കുകളും ക്ലിയർ ചെയ്യുന്ന എൻ്റെ ഡയറക്ടറാണ് ടി സുരേഷ് ബാബു സാറാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ അദ്ദേഹം എനിക്ക് ക്ലിയർ ചെയ്യുന്നു. നമുക്ക് ഏറ്റവും വലിയ ടെൻഷനുള്ള പരിപാടിയല്ലേ ഇങ്ങനെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു മോശം പേര് വരരുത്. നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ ഒരു മോശം പേര് വരരുത്. നമ്മൾ എങ്ങനെ മൂവ് ചെയ്യാനും ടെൻഷനാണ്. ഇങ്ങനെ ഇല്ല, അദ്ദേഹം ഇല്ലായിരുന്നു നമ്മൾ ഫ്രീ ബേഡ് ആണെങ്കിൽ നമുക്ക് ഓക്കെ അല്ലേ. ഒരുപാട് പേരുണ്ട്. നമ്മളിങ്ങനെ നടന്ന കുറ്റം, അങ്ങനെ നടന്ന കുറ്റം, ഇങ്ങനെ നടന്ന കുറ്റം എല്ലാം പ്രശ്നമാണ്. ഒരുപാട് സോർട്ട് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ മാക്സിമം നമ്മൾ എല്ലാവരും എന്തിനാണ് നമ്മളൊരു ജോലി ചെയ്യുന്നത് എന്തിനാണ്? നമുക്കെല്ലാവരും നമ്മുടെ കുടുംബം കൊണ്ടുപോകാനും അല്ല നമ്മുടെ ലൈഫ് സെറ്റിലാകാൻ വേണ്ടി, നമ്മുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയല്ലേ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് പേടിയെന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനുണ്ട്. അതെല്ലാം ഡയറക്ടർ സാറിൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തത് അദ്ദേഹം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് തന്നു. ഫൈറ്റ് സീക്വൻസ് നല്ലതായിരുന്നു. ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു ഇതിനകത്ത്. 5 ഫൈറ്റില്ലേ സാറേ? 6 ഫൈറ്റ് ഉണ്ട് ഞങ്ങൾക്ക്. കാരണം എനിക്ക് ഒരുപാട്, നമ്മളിപ്പോൾ പറയല്ലേ, എനിക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ സമയത്ത് ആക്ഷൻ പറയുമ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്കൊരു ആവേശം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യണം. ഒരുപാട് സീക്വൻസ് ഞാൻ തന്നെ കറക്റ്റായിട്ട് ചെയ്തത്. ഡൂപ്പ് മാക്സിമം ഒരുപാട് ഡൂപ്പുകൾ ചെയ്തിട്ടില്ല. ഡൂപ്പിനെ വെച്ചൊന്നും ചെയ്യാതെ മാക്സിമം ഞാൻ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ സാറ് നിർബന്ധമായിരുന്നു അഷ്കർ തന്നെ ചെയ്യണം, അങ്ങനെ ചെറിയ കാര്യങ്ങളാണെങ്കിലും സാർ ആ ഒരു സ്റ്റൈല് തന്നെ ചെയ്യണമെന്ന് സാറ് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം എന്നെ കൊണ്ടാകാവുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കിട്ടിയൊരു അവസരമല്ലേ. ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളത് എങ്ങനെയാണേലും നമ്മളത് യൂസ് ചെയ്യുക എന്നുള്ളതല്ലേ. നമ്മുടെ ആഗ്രഹമായിരുന്നു സിനിമ വരണം, അപ്പം അത് ഇന്നത് വേണ്ട എന്നുള്ളതല്ലല്ലോ. നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. അപ്പോൾ ചില കാര്യങ്ങൾ പറയാം, അഷ്കർ നീ റിസ്ക് എടുക്കേണ്ട, മോനെ റിസ്ക് എടുക്കേണ്ടെന്ന് പറയും. ഞാൻ കുഴപ്പമില്ല ചേട്ടാ, നോക്കാം എത്രത്തോളം വരുമെന്ന് നമുക്ക് നോക്കാം. കുറേ കാര്യം എല്ലാം മാക്സിമം എന്നെ കൊണ്ടാകാവുന്ന എല്ലാം മാക്സിമം ഞാൻ പടത്തിൽ ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക വിളിച്ചങ്ങനെ ആരോടൊന്നും പറയത്തില്ല. അത് ഡയറക്ടർ സാർ എന്നേക്കാളും സീരിയസ് ആയിട്ടിരിക്കുന്ന ഡയറക്ടർ സാറുമായിട്ടുള്ള അവർ തമ്മിലുള്ള ഒരു രഹസ്യ ബന്ധങ്ങളുണ്ടാവും. എന്റെ പെട്ടതാണ്.